അണ്ടർ ഐയുടെ അടിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണ് മുകളിലേക്ക് പിടിക്കുക കേട്ടോ. ഫൗണ്ടേഷൻ ഒരു ചെറിയ ഗ്ലോയിങ് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്നത്. ഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പോപ്പപ്പ് ചെയ്ത് കിട്ടാനാണേ. ഉണ്ടോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ വാട്ടർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. മസ്കാരം വന്നുപോയി, മസ്കാരം കൂടെ നിട്ടിട്ടേ. ബ്രഷ് വേണം, പക്ഷേ എൻ്റെ ബ്രഷ് ഇല്ല കേട്ടോ. അവിടെയുള്ള ബ്രഷ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് എൻ്റെ ഫൈനൽ ലുക്ക്. സെറ്റ് ആയിട്ടുണ്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എനിക്കൊരു വെഡ്ഡിങ് ഉണ്ട്, അപ്പം നമുക്ക് ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് റെഡി ആവുന്നത്, നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫസ്റ്റ് മുഖത്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ലിപ്പിൽ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ബ്ലൂ ഹെവൻ്റെ പ്രൈമറും ഇട്ടിട്ടുണ്ട്. ഞാൻ അണ്ടറയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രൈമർ. ഇത് എളുപ്പം നമുക്ക് ബ്ലെൻഡ് ആവാൻ വേണ്ടി. അപ്പം എനിക്ക് ഐ പ്രൈമർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഇടുക കേട്ടോ. അപ്പം നമുക്ക് സമയക്കുറവാണ്, അപ്പം പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എൻ്റെ അണ്ടർ ഐയിലും ഇവിടെയൊക്കെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് ഞാൻ കളർ കറക്റ്ററാണ് എടുത്തേക്കുന്നത്. അത് LA Girlന്റെ കളർ കറക്റ്ററാണ് കേട്ടോ. അതപ്പം ഇട്ട് കൊടുക്കുകയാണേ. പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളിടത്ത് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് അതിൽ നോക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു മിറർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. ഓക്കെ, കണ്ണിലൂടെ ഇട്ട് കൊടുത്ത് വെച്ചിട്ട് അധികമായിപ്പോട്ടോ. അപ്പോൾ അത് ഇതിലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ആദ്യം കൈവച്ച് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യും, അത് കഴിഞ്ഞാണ് അമിതമായിപ്പോയെന്ന് തോന്നിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബ്ലെൻഡർ വെച്ച് ഞാൻ ഈ ബ്ലെൻഡർ നല്ലത് നന്നായി നനച്ച് പിഴിഞ്ഞാണ് കേട്ടോ. അത് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെറ്റിയിലും ചെറിയ രീതി പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അവിടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ സിക്സ് ബ്യൂട്ടിയുടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് ചെയ്യുന്ന സിക്സ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഷെയ്ഡ് വന്ന് 01 സാൻഡ് ആണേ. ഇത് ഡയറക്റ്റ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല, കയ്യിലെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ ഇട്ട് കൊടുക്കത്തില്ല, കുറച്ചായിട്ട് കൊടുക്കുക. എൻ്റെ ഷെയ്ഡ് ഇച്ചിരി ഡാർക്കാണ്, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ അണ്ടർ ഐയുടെ അവിടെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് അണ്ടർ ഐയിൽ ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. ഇത് സെയിം ബ്ലെൻഡർ വെച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണ്ടർ ഐയുടെ അടിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണ് മുകളിലേക്ക് പിടിക്കുക കേട്ടോ. ബ്ലെൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഇവിടുത്തെ പിഗ്മെൻറ്റേഷൻ ഒന്ന് കവർ ചെയ്യാം. അതിന് ഞാൻ എൻ്റെ സെയിം ഷെയ്ഡാണ് എടുക്കുന്നത്. LA Girlന്റെ മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എടുക്കുക കേട്ടോ. കൺസീലറാണ് എടുത്തിട്ടുള്ളത്. ഇത് എടുത്തിട്ടുണ്ട്. ഇനി കിലോ ഇവിടെ ഇട്ട് കൊടുക്കാവേ. എൻ്റെ സെയിം ഷെയ്ഡ് എടുക്കുക കേട്ടോ. നെറ്റിയിലും സെയിം ഷെയ്ഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ അണ്ടർ ഐയുടെ ഇവിടെ കൂടെ എനിക്കൊന്ന് ഈ കളർ തന്നെ ഇട്ട് സെറ്റ് ചെയ്യണം, ഐ ഷാഡോ ഇടാൻ വേണ്ടി. പക്ഷെ ഞാൻ അത് ഉടനെ ഇട്ട് കൊടുത്തെങ്കിൽ നമുക്ക് അതൊന്ന് സെറ്റ് ആവണ്ടേ. ആ ടൈമിൽ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ ഇടുകയാണ് കേട്ടോ. ഫൗണ്ടേഷന് വേണ്ടി ഞാൻ എടുക്കുന്നത് മമ എർത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷനും പിന്നെ മെബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് കവറേജ് മാത്രം വേണമെങ്കിൽ ഇതെടുത്താൽ മതി, മീഡിയം കവറേജ് വേണമെങ്കിൽ ഇതെടുക്കുക. അപ്പം ഞാനിപ്പം എനിക്ക് ഒരു മീഡിയം കവറേജ് വേണമെന്ന് ചെയ്യണം, ഒരു ഗ്ലോയിങ് കൂടെ വേണം. അപ്പം ഈ ഫൗണ്ടേഷൻ ഒരു ചെറിയ ഗ്ലോയിങ് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്നത്. അതെടുക്കുകയാണ്.
ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. കുറച്ച് ഇതെടുക്കുന്നുള്ളേ, ഇതും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ലാക്മിയുടെ ലൂമി ക്രീമും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യട്ടെ. ഫേസിൽ ഞാൻ ആദ്യം ഒരു സൈഡ് ഇട്ട് കൊടുക്കും, അത് ബ്ലെൻഡ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഷെയ്ഡ് ഇടുവുള്ളേ. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. അതൊട്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സെയിം ഷെയ്ഡ് തന്നെ ഒന്ന് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടേ. കാരണം അല്ലെങ്കിൽ ടൈം ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് സമയം പോവും. അപ്പോൾ സെയിം ഷെയ്ഡ് എടുത്ത് അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അത് അവിടെ ഐഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പോപ്പപ്പ് ചെയ്ത് കിട്ടാനാണേ, ഇവിടെ മാത്രം. ഓക്കെ, ഒന്നാമതല്ല അണ്ടർ ഐ ഇച്ചിരി ഡാർക്കാ. അണ്ടർ ഐയും മോളും എല്ലാം ഇച്ചിരി ഡാർക്കാട്ടോ, അവിടെ ഞാൻ അത് ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മളൊരു ഐഷാഡോ ഇടുമ്പോൾ എടുത്തറിയല, അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്. ഇവിടെ ഇവിടെയും പിടിച്ചിരിക്കാതിരിക്കാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇനി ഇപ്പുറ സൈഡും കൂടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെവിയിലെല്ലാം കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കഴുത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, കാരണം എൻ്റെ കഴുത്തും ഫേസും രണ്ട് കളറാണ്. നമ്മുടെ പിരികം ഒന്ന് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് പിരികത്തിൻ്റെ അടിയിലും മുകളിലും ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് വേണ്ടി മെബ്ലിൻ ഫിറ്റ്മിയുടെ കൺസീലറാണ് എടുത്തേക്കുന്നത്. കുറച്ചെടുത്താൽ കേട്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനാണ്, നമ്മുടെ പിരികം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനാണ്. ഡ്രാഗ് ചെയ്യരുത്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. ഓക്കെ, അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ പിരികം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് കട്ടിക്കൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല, ത്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പിരികം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിനുവേണ്ടി ഞാൻ 6 ബ്യൂട്ടിയുടെ മൈക്രോ പ്രിസിഷൻ പെൻസിലാണ് എടുത്തേക്കുന്നത്. ആദ്യം ഒന്ന് സ്പൂളി വെച്ചൊന്ന് ഇത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിരിക ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐഷാഡോ ഇടാം. ഐഷാഡോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന പാലറ്റ് വൈറ്റ് ആൻഡ് വേൾഡിൻ്റെ പാലറ്റാണ്. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കും, ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊന്ന് ക്രീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ലൈറ്റ് ഷെയ്ഡ് എടുത്തൊന്ന് ക്രീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്മോക്കി ആയി ചെയ്യാമെന്നാണ് ഓർക്കുന്നത്, എനിക്ക് സ്മോക്കി ആയി ചെയ്ത് പരിചയമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഡാർക്ക് കളർ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇനി വേറെ ബ്രഷ് വേണം, പക്ഷേ എൻ്റെ ബ്രഷ് ഇല്ല കേട്ടോ, അവിടെയുള്ള ബ്രഷ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലെ ബഡ്സ് ഉണ്ട്, അത് വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി കൂടെ ഈ ഡാർക്ക് കളറിലെ ഈ ഡാർക്ക് ഷെയ്ഡ് ഇതെടുത്തിട്ടുണ്ട്, അതെടുത്ത് എൻ്റെ മറത്തേക്ക് ഇട്ട് കൊടുക്കാം.
ബ്ലാക്ക് ഇച്ചിരി കൂടെ ഞാൻ ആക്കി കൊടുക്കുകയാണ് അവിടെ. ഇനിയിപ്പം മാമാകത്തിൻ്റെ കാജലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്, അത് എഴുതി കൊടുക്കാം. മുകളിലും താഴെ എഴുതി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഐലൈനറും കൂടെ ഷുഗറിൻ്റെ ഐലൈനറാണ്, അതും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ വാട്ടർ ഭയങ്കരമായിട്ട് അപ്പം ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സെയിം ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റും കൂടി ചെയ്യട്ടെ. ഹൈലൈറ്റും പോർഷനെ ഇനി മസ്കാര മറന്നുപോയി, മസ്കാരയും കൂടെ ഇട്ടിട്ടേ. എടുത്തേക്കുന്നത് മെബിലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണേ. ഓക്കെ, കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാം. ബ്ലഷിൻ്റെ സാധനമൊക്കെ പോയി. ധൃതി കൂടുന്നു, സമയമില്ല കേട്ടോ ഒട്ടും. ജലദോഷമുണ്ട് കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഹൈലൈറ്റും പൊഷനെ മെബിലിൻ്റെ ഇതെടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കൈ വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന കേട്ടോ, ബ്രഷ് ഒന്നും എടുക്കണില്ല. എല്ലാ കളറും കൂടെ മിക്സായി വേറെ കളറാവും തോന്നുന്നു. ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇടാം. ഓക്കെ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഒട്ടും സമയമില്ലാഞ്ഞുകൊണ്ട് തന്നെ ധൃതി കൂടിപ്പോയി. അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ മൈക്ക് വെക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് വോയിസിലാവുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവറാണ് ഇനി കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെറ്റ് സ്പ്രേ ചെയ്തു, പിന്നെ ലിപ്പ് ലൈൻ ചെയ്തു. മാഴ്സിൻ്റെ ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്തു. പിന്നെ വയനൽ ഇങ്കിൻ്റെ ഇറസിസ്റ്റബിൾ എന്ന ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തത് കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൊണ്ട് മറന്നുപോയി, അണ്ടർ ഐ സെറ്റ് ചെയ്യാൻ മറന്നുപോയി. അതായത് നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്യുമ്പം അതവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ പൗഡർ സെറ്റ് ചെയ്യണം. ഞാൻ ബാക്കി ഫേസിലൊന്നും പൗഡർ സെറ്റ് ചെയ്യാറില്ല, കാരണം ഇച്ചിരി ഗ്ലോയിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അണ്ടർ ഐയിൽ നമ്മൾ കൺസീലറൊക്കെ ഇച്ചിരി അധികം ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പൗഡർ സെറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് ഞാൻ അണ്ടർ ഐ പൗഡർ സെറ്റ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ കൺസീലർ നമ്മൾ യൂസ് ചെയ്തിട്ട് പൗഡർ സെറ്റ് ചെയ്യുകയാണ് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്രീസ് ലൈനൊന്നും വിസിബിൾ ആവാതെ നല്ല രീതിയിൽ അപ്പം പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതിനുവേണ്ടി ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് എടുത്തത്. ഞാൻ അധികവും കൺസീലർ സെറ്റ് ചെയ്യാൻ വേണ്ടി ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് റെസിസ്റ്റബിൾ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാൻ ഫംഗ്ഷനിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞും ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞും എൻ്റെ ചുണ്ടിൽ അങ്ങനെ തന്നെ മുടിയും കൂടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓർത്തായിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടും ടൈമില്ലാഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മുടി പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ റെഡി ആവുകയും ചെയ്തേ. പിന്നെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒട്ടും ടൈമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഫോൺ പിടിച്ചിട്ട് എൻ്റെ ഫുള്ളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളെ ഫൈനൽ ലുക്ക് കാട്ടിത്തരണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓളെന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.